ജനുവരി 24 എന്ന് പറയുന്ന ദിവസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേരള ഫുട്ബോളിന്. കാരണം നമ്മളെ 2 ടീമുകൾ അന്നത്തെ ദിവസത്തിൽ കളിക്കുന്നുണ്ട്. ഗോകുലം കേരള എഫ് സിയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും. എന്തായാലും 2 ടീമുകളുടെ പ്രകടനം നോക്കി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മോശം തുടക്കത്തിൽ, അതായത് ഒരു പകുതിയോളം സീസൺ മോശം തുടക്കത്തിൽ ചെയ്തിട്ട് ഇപ്പോൾ ഫോമിലേക്ക് വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബട്ട് ഗോകുലം കേരള എഫ് സിയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ അവർ എന്താ പറയുക, ഔട്ട് ഓഫ് ഫോം എന്ന് തന്നെ പറയണം. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഗോകുലം കേരള എഫ് സിക്ക് ഐ ലീഗ് വിജയിക്കുക, അതിൽ 1-ാം സ്ഥാനത്തെത്തുക, എന്താ പറയുക, ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരിക, അത് മാത്രമേ ഉള്ളൂ ഐ ലീഗിലൊരു സംഭവം എന്ന് പറയുന്നത്. മറ്റൊന്നും ഐ ലീഗിലില്ല. നിങ്ങൾ ഓർക്കുക, പ്ലേ ഓഫും മറ്റുള്ള സംഭവങ്ങളൊന്നുമില്ല. സോ ഗോകുലം കേരള എഫ് സി ഏത് പൊസിഷനിൽ നിന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഉറപ്പായിട്ടും ഐ ലീഗ് വിജയിക്കണം ഗോകുലം. അതാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത് ജയിക്കണമെങ്കിൽ നമ്മൾ 3 പോയിൻ്റ് വെച്ച് എല്ലാ മാച്ചിലും നേടിക്കൊണ്ടിരിക്കണം. പക്ഷേ അത് നേടാൻ ഗോകുലം കേരള എഫ് സിക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് 6 പോയിൻ്റ് ഡിഫറൻസ് ഉണ്ട് 1-ാം സ്ഥാനത്തിരിക്കുന്ന ക്ലബ്ബും ഗോകുലം കേരള എഫ് സിയും തമ്മിൽ. ഇത് തുടക്കത്തിൽ നമ്മൾ സോൾവ് ചെയ്യേണ്ട പ്രശ്നമാണ്. തുടക്കത്തിൽ നമുക്ക് സ്ട്രൈക്കേഴ്സ് ഇല്ലായിരുന്നു ഫ്രണ്ടിൽ കളിക്കാൻ. 3 സ്ട്രൈക്കർമാരെ കൊണ്ടുവന്നു. പക്ഷേ ആ ഒരു 3 സ്ട്രൈക്കർമാരും ബിഗ് ക്ലബ്സുമായിട്ട് കളിക്കുമ്പോൾ, അതായത് ടോപ്പിൽ നിൽക്കുന്ന ക്ലബ്സുമായിട്ട്, ലീഗ് ടോപ്പിൽ നിൽക്കുന്ന ക്ലബ്സുമായിട്ട് കളിക്കുമ്പോൾ വളരെ മോശം പെർഫോമൻസ്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗോകുലം കേരള എഫ് സി മോശം പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അടുത്ത കളി ഇന്റർകാശിയുമായിട്ടുള്ള അടുത്ത കളി വിജയം മസ്റ്റാണ്. 24-ാം തീയതി, ഈ ഒരു മാസം 24-ാം തീയതിയാണ് അവരുടെ കളിയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയും. സോ ഇന്റർകാശിയാണ് ടഫ് ഒപ്പോണൻ്റാണ്. വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പെർഫോമൻസിൽ. കോച്ച് കുറച്ചുകൂടെ മികച്ച രീതിയിൽ ടീമിനെ ഇറക്കണം. ആ ഒരു ഇൻറ്റൻസിറ്റിയും തീയും ഒന്നും ടീമിലില്ല. നല്ല പ്ലേയേഴ്സ് ഉണ്ടായിട്ടും എന്തൊക്കെയോ ഒരു പ്രശ്നം ഈ ഒരു ഗോകുലം കേരള എഫ് സി എന്ന് പറയുന്ന ടീമിൽ കാണുന്നുണ്ട്. സോ അവർ വിജയിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു 2 ടീമുള്ളപ്പോൾ ഏതെങ്കിലും ഒരു ക്ലബ്ബ് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബ് ഷീൽഡിലേക്ക് റേസ് ചെയ്യും. അങ്ങനെയുള്ള പല AFC റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ക്ലബ്ബ് പോവും. സോ അങ്ങനെയുള്ള പിന്നെ ഇവർ തമ്മിലൊരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടും നല്ലതാണ്. കേരളത്തിലെ ബെസ്റ്റ് ക്ലബ്ബ് ആരാണ് എന്ന രീതിയിൽ ഇവർ തമ്മിലൂടെ ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു കാര്യമായിരിക്കും. സോ എന്തായാലും ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇത്രയും നാളായിട്ട് കാത്തിരിക്കുന്നത്. സോ എന്തായാലും അതൊന്നും സംഭവിക്കുന്നില്ല എന്ന് തന്നെ പറയണം. സോ എന്തായാലും നമുക്കിതുവരെ നല്ല റിസൾട്ടുകൾ തന്ന, അതായത് 2022 വരെ നല്ല റിസൾട്ടുകൾ തന്നുകൊണ്ടിരുന്ന ഗോകുലം കേരള എഫ് സിയുടെ പെർഫോമൻസ് കാര്യത്തിലേക്ക് അടുത്തപ്പോഴത്തേക്കും വളരെ മോശമായിപ്പോയി. വളരെ മോശം പെർഫോമൻസ്. ഇപ്പുറത്ത് ഓക്കെ ആണെങ്കിൽ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കിയാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം കുറച്ച് നല്ലോണം കളിക്കുന്നതേ ഉള്ളൂ. സോ എന്തായാലും 2 ടീമിനും വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ചാണ്. ഗോകുലം കേരള എഫ് സിക്ക് ഉറപ്പായിട്ടും വിജയിച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിനും ഉറപ്പായിട്ടും വിജയിച്ചേ പറ്റത്തുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് നിലനിർത്തണമെങ്കിൽ അവർക്ക് ഈ ഒരു കളി വിജയിച്ചേ പറ്റത്തുള്ളൂ. ഐ ലീഗിൻ്റെ കിരീടം, ഐ ലീഗിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരണമെങ്കിൽ ഉറപ്പായിട്ട് 1-ാം സ്ഥാനമാണ് ഗോകുലം കേരള എഫ് സിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 1-ാം സ്ഥാനത്തെത്തിയാൽ അവർക്ക് എന്താ പറയുക, ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരാൻ പറ്റത്തുള്ളൂ, ഐ ലീഗ് ചാമ്പ്യന്മാരാകാൻ പറ്റത്തുള്ളൂ. 2, 3, 4 സ്ഥാനത്തു നിന്നിട്ട് ഐ ലീഗിൽ ഒരു ക്രെഡിറ്റും ഇല്ല. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്ലേ ഓഫിലെങ്കിലും കയറാമെന്ന് പറയാം. ഇതുമില്ല. സോ എന്തായാലും ഗോകുലം കേരള എഫ് സി എന്ന് പറയുന്നത് വമ്പൻ ടീമാണ്, ടോപ്പ് ടീമാണ് ഐ ലീഗിലെ. അവർക്ക് ഇന്റർകാശി പോലുള്ള ടീമുകൾ, അതായത് ഇപ്പോൾ വന്ന ഇന്റർകാശി, നംദാരി ഉള്ള ടീമുകൾക്കെതിരെ മത്സരിച്ചൊരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോൾ അത് വളരെ മോശമായിട്ട് തോന്നുന്നുണ്ട്. സോ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത് കാണുന്നവരെ ഗുഡ് ബൈ.